ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പറയാൻ പോകുന്നത് ഇങ്ങനെ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാനാണ്. വെൽക്കം ടു പൂച്ച ഗെയിമർ. അപ്പം ആദ്യം നമ്മൾ സെർച്ച് ബോക്സ് എടുത്തിട്ട് മാനേജ് ലോഗിൻ എന്ന് പറയുന്ന അത് നിൽക്കണം. അത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടായി വരുന്ന നമ്മൾ ആ മെനുചാറ്റ് എടുക്കണം. മെനുചാറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ലോഗിൻ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അതിന് ഫസ്റ്റ് നമുക്കൊരു ഫേസ്ബുക്കുമായിട്ടൊരു ലിങ്കായ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വേണം. അത് നമ്മൾ എടുത്ത് വെക്കണം. നമ്മൾ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഗൈസ് നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്ന. അപ്പോൾ ഇതിൽ നമ്മൾ ഫോർ മൈസെൽഫാണ് നിൽക്കാനുള്ളത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇതിൽ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ എല്ലാമാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാം സെലക്ട് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് എല്ലാ ഓപ്ഷനിൻ്റെ അകത്ത് അനേബിളായിട്ട് വരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇതിലാണ് എല്ലാം സെലക്ട് ചെയ്യാനുള്ള കാരണം. നമുക്കിപ്പോൾ പലവരിക്കും ചിലപ്പോൾ ഫയൽസ് ആയിരിക്കും ഓട്ടോമേഷൻ വഴി സെൻഡ് ചെയ്യാനുള്ളത്. ചിലപ്പോൾ ലിങ്ക്സ് ആയിരിക്കും യൂട്യൂബിൻ്റെ. ചിലപ്പോൾ ഇതുപോലത്തെ എഡിറ്റിംഗ് ബണ്ടിൽസ്, പ്രീസെറ്റ്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളായിരിക്കും സെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മളിതെല്ലാം അനേബിൾ ചെയ്ത് വെക്കണം. അത് നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് വേണ്ടി നമുക്ക് ഇങ്ങനെ വരും. അതിൽ നമ്മൾ ഫ്രീ ഓപ്ഷൻ എന്നേക്ക് ക്ലിക്ക് ചെയ്യണം. അപ്പം അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. അതിൽ നമ്മളിതെല്ലാം ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഏത് ഫയലാണ് ഏത് റീലാണ് ഓട്ടോമേഷൻ ചെയ്യണേന്ന് നോക്കും. അപ്പോൾ നമ്മളൊരു റീൽ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു റീലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റീൽ സെലക്ട് ചെയ്ത് എന്ത് കീവേഡാണ് നമുക്ക് ടൈപ്പ് ചെയ്യാനുണ്ട്. അതിൻ്റെ താഴെ ഉണ്ട് പ്രൈസ് ലിങ്ക്. ഞാനിപ്പോൾ ലിങ്ക് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എനി വേർഡ് എന്നൊക്കെ നമുക്കിപ്പോൾ ഏത് വേണം. അതിലിപ്പോൾ ഞാൻ ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്തു. ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താണ് റിപ്ലൈ വരേണ്ടതെന്ന് ഇപ്പം നമ്മളൊരു കമൻറ്റിനും അതിൻ്റെ താഴെ കാണൂലേ, ആ സെൻഡ് യു മെസ്സേജ് അങ്ങനെ കാണൂലേ. അപ്പോൾ അത് എന്താണ് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ അടുത്തത് എന്താണ് നമ്മൾ ആ കമൻ്റ് ഇടുമ്പോൾ അവരുടെ ഇൻബോക്സിൽ വരണേന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഇതുണ്ട്. ഇപ്പം ഞാനിവിടെ അടിക്കുന്നത് ഇവിടെ ടൈപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് എ ലിങ്ക് എന്ന് പറയുന്ന ഒരു അങ്ങനെയാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒരു ലിങ്ക് എടുക്കുന്നില്ലെങ്കിൽ കാണിച്ചു തരാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഇത് ഡ്രൈവ് അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അതിനകത്ത് കാണും. ഇപ്പോൾ ഞാൻ ദിസ് ഈസ് എ ലിങ്ക് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ലാഗുണ്ട് കേട്ടോ, സോറി ഗൈസ്, അതാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് എ ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഓക്കെ 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 കൊടുക്കണം. ഇനി അടുത്തത് നമ്മൾ അവിടെ ഒരു ഓപ്ഷൻ കാണാം, ഗോ ലൈവ് എന്ന് പറയുന്നത്. അത് ഞെക്കിയാൽ നമ്മൾ ഈ ഓട്ടോമേഷൻ ആക്റ്റീവ് ആവും. ഫസ്റ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഗോ ലൈവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. നമ്മൾ ഗോ ലൈവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആക്റ്റീവായിട്ട് കാണിക്കും. ഇനി നമ്മൾ നേരെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് പോവുകയാണ്. ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് എൻ്റെ അക്കൗണ്ടല്ല വേറൊരു അക്കൗണ്ട് എനിക്കുണ്ട്. അതിൽ നിന്ന് ഈ റീലിലൊരു കമൻ്റ് ഇടുകയാണ് ഞാൻ ലിങ്ക് എന്ന് പറയുന്ന. അപ്പം ലിങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെടുക്കാം. അപ്പോൾ പൂച്ച ഗെയിം നമ്മളെടുക്കുമ്പം അതിൻ്റെ ഒരു റീല് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എടുക്കുക. അതിൽ നമ്മൾ കമൻറ്റ് ലിങ്ക് എന്ന് ഇടാൻ കാണിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഓട്ടോമേഷൻ വർക്കായില്ലേന്ന് പ്രൂഫിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം ലിങ്ക് എന്ന് ഇട്ടു. ഇത്തിരി നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ഇൻബോക്സ് എടുത്ത് നോക്കാം. നമ്മൾ ഇൻബോക്സ് എടുക്കുന്ന സമയത്ത് ആ ഓപ്ഷൻ വന്നിരിക്കും. ഗൈസ്, ഈ മെത്തേഡ് കൊണ്ട് പലവരും നല്ല രീതിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓട്ടോമേഷൻ ടെക്നിക്കുണ്ട്. ഇതുവഴി നല്ല രീതിക്ക് തന്നെ നമുക്കൊരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ ഈ ലിങ്ക് എത്താറ്. നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കുമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ലൈക്കും ചെയ്യുക. പൂച്ച ഗെയിമർ സൈനിങ് ഓഫ്.